ഹൈക്കോടതി വിലക്ക് മറികടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഫ്ലക്സ് ബോർഡ് വെച്ചത്. മുഖ്യമന്ത്രിയുടെ വലിയ ചിത്രമടങ്ങുന്നതാണ് ബോർഡ്. കോടതി ഉത്തരവിനെ തുടർന്ന് നഗരത്തിൽ നിന്ന് ബോർഡുകൾ മാറ്റിയിരുന്നു. ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ്, എപ്പോഴാണ് ഈ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഹൈക്കോടതി ഉത്തരവൊന്നും അറിഞ്ഞില്ലേ? സുജയ, ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ആണ്. ഇവിടെ ഇന്ന് അവധി ആയതുകൊണ്ട് കൃത്യം വിവരം അറിയില്ല. എന്തായാലും പടുകൂറ്റൻ ഫ്ലക്സ് തന്നെയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ മുഖമുണ്ട്, CPM ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ മുഖവുമുണ്ട്. അതായത് ഈ പരിസരത്തുള്ള മുഴുവൻ ബോർഡുകളും ഇവിടെ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നീക്കിയിരുന്നു. അപ്പോഴാണ് ഇത്ര വലിയ ഫ്ലക്സ് ബോർഡ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഏതാണ്ട് ഇത്ര വലിയ, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അറിയാം, ഇത്രയും വലിപ്പമുള്ള ഫ്ലക്സ് ആണ് ഇവിടെ സ്ഥാപിച്ചത്. അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പടം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ ബുദ്ധിമുട്ടിലാവുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അടക്കമാവണം എന്ന ഉദ്ദേശമാണോ എന്നറിയില്ല. ഭരണാനുകൂല സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം. ഇവർ ഒരു പുതിയ കെട്ടിടം വാങ്ങിയിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ്. അതിന്റെ ഭാഗമായുള്ള ഫ്ലക്സ് ആണ് ഈ സമീപ നാളുകളിൽ വലിയ പണിയെടുത്ത് കോർപ്പറേഷന്റെ ഭാഗമായി കൊണ്ടുപോയത്. ഒടുവിൽ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഭരണാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് തന്നെ ഇത് വിവരം അറിഞ്ഞു വരുന്നതേ ഉണ്ടാവൂ. എന്തായാലും ഇപ്പോൾ ഈ വിവരം അറിയുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ബോർഡ് ഇവിടുന്ന് നീക്കേണ്ടതായും വരും. കാരണം കർശനമായ നടപടികളിലൂടെ ഇവിടെയുള്ള മുഴുവൻ ബോർഡുകളും നീക്കിയതിന് ശേഷമാണ് ഇതിപ്പോൾ ഒന്നാമതായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തന്നെ മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ചിത്രത്തോടു കൂടിയുള്ള ഫ്ലക്സ് ഇതിന്റെ മുമ്പിൽ സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ഇതിനിപ്പോൾ മറ്റേതെങ്കിലും സംഘടന ചെയ്ത രീതിയിലാണ് ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷെ അതിനൊരു സാധ്യതയില്ല. എന്തായാലും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തന്നെ ചെയ്തതായിരിക്കണം. കാരണം പ്രസാദ്, കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ ഫ്ലക്സ് എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രസാദ് കണ്ടിട്ടുണ്ടോ? ഇല്ല സുജിയ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യവും. ഇത്ര വലിയ ഒരു ഫ്ലക്സ് സമീപകാലത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പരമാവധി ഈ സൈസൊക്കെ ഉള്ളത് മാത്രമേ ഉണ്ടാവൂ. ഇതിപ്പോ ഏതാണ്ട് നമുക്ക് നടന്നാൽ ജിരീഷ ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നടന്നാലും തീരാത്തത്ര വലിപ്പത്തിൽ, അതായത് ഒരു ഭാഗം മൊത്തം ഈ ഫ്ലക്സ് ആണ്. അതായത് ഈ ഫ്ലക്സ് നീക്കിയ അധികൃതരെയും കോടതിയെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലക്സ് ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് നഗര കേന്ദ്രത്തിൽ, നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടു മുമ്പിൽ സ്ഥാപിച്ചത്? യഥാർത്ഥത്തിൽ അത് കോടതിയോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇത്രയേറെ ഉദ്യോഗസ്ഥർ കഷ്ടപ്പെട്ടെടുത്തു നീക്കിയ ഫ്ലക്സ് ബോർഡുകൾ അതിന്റെ എല്ലാം ഒരു ഗുണം കളയുന്ന നിലയിലേക്ക് ഇത് മാറി എന്നതാണ് സുജിയ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതിങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഇവർക്കുണ്ടായത്? യഥാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രിയെ കൂടി അപമാനിക്കുന്നതാണ് എന്ന കാര്യം ഉറപ്പാണ്. എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണ് ഈ നടപടി ഉണ്ടായത്. അവരുടെ കെട്ടിടം ഉദ്ഘാടനമാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിരോധനം കടുപ്പിച്ചു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സുജിയ നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ വിശദീകരണം നമുക്ക് തേടേണ്ടി വരും. നമ്മളത് തേടുകയും ചെയ്യും. ഉറപ്പായും ഇത് കോർപ്പറേഷൻ അധികൃതർ ഇന്ന് തന്നെ നീക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ഈ വിവരം പുറത്തറിയുകയും. ഇതിലൊരു കാര്യം കൂടിയുണ്ട് പ്രസാദ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ 14-ാം തീയതി, ജനുവരി 14 റോഡുകളിൽ പൊതു ഇടങ്ങളിലൊക്കെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ ഈ മാസം 18-ന് മുൻപ് നീക്കണമെന്നാണ് ഹൈക്കോടതി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പരിപാടി 16-ാം തീയതിയാണ്. പരിപാടി കഴിഞ്ഞിട്ട് നീക്കുമായിരിക്കും അല്ലേ? അത് കഴിയില്ല സുജിയ. കാരണം ഇപ്പോൾ തന്നെ കോർപ്പറേഷന്റെ അധികൃതർ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ നീക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോൾ വാർത്തയായി കഴിഞ്ഞു, ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നു. ഇതൊരു ചെറിയ ഫ്ലക്സ് ആയിരുന്നെങ്കിൽ ആ രീതിയിലെങ്കിലും ഇത് പരിഗണിക്കാമായിരുന്നു. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂറ്റൻ പടത്തോടു കൂടിയുള്ള ഒരു ഫ്ലക്സ്. ഒരുപക്ഷെ ഫ്ലക്സ് ഇപ്പോൾ അഴിച്ചു മാറ്റാൻ വരുന്നവർ മുഖ്യമന്ത്രിയുടെ പടം കണ്ട് മടങ്ങിപ്പോയിക്കോട്ടെ എന്നുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ ഈ രീതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉടനെ ഇടപെടുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പടുകൂറ്റൻ നെടുനീളത്തിലുള്ള ഫ്ലക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഭരണാനുകൂല സംഘടനയുടേതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ്,
ഒരു പടുനീളൻ ഫ്ലക്സ് സ്ഥാപിക്കാൻ എങ്ങനെയാണ് അവർക്ക് ധൈര്യം വന്നത്? 18-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്ന് കരുതിയാണോ 16-ാം തീയതി നടക്കുന്ന പരിപാടിയുടെ ഫ്ലക്സ് അവിടെ സ്ഥാപിച്ചത് എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർക്കാർ എന്ത് നടപടിയാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ സ്വീകരിച്ചത് എന്നൊക്കെയുള്ള വിമർശനം കഴിഞ്ഞ മാസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മൾ കേട്ടതാണ്. ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. തിരുവനന്തപുരം മേയറെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ കിട്ടിയില്ല. കിട്ടുമോ എന്ന് നോക്കാം. കോർപ്പറേഷൻ നടപടി എടുക്കുമോ എന്ന് നോക്കാം. ഈ വാർത്തയ്ക്ക് പിന്നാലെ എന്തായാലും നമ്മൾ ഉണ്ടാകും. എല്ലാവർക്കും ഒരേ നീതിയാണല്ലോ വേണ്ടത്. ലെറ്റ്സ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്.